ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ നോട്ടിഫിക്കേഷൻ ഈ ഒരു വർഷം തന്നെ വരുന്നതാണ്. അധികം നോക്കിയൊന്നും വേണ്ട, ഈ അടുത്ത് തന്നെ 2-3 മാസത്തിനുള്ളിൽ തന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. സോ ഈ ഒരു പരീക്ഷയുടെ ഒരു മുൻവർഷ ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ് വാസ് ഫിനാൻസ്ഡ് ബൈ ദ സെയിൽ ഓഫ് സ്കിം മിൽക്ക് പൗഡർ ആൻഡ് ബട്ടർ ഓയിൽ ഗിഫ്റ്റഡ് ബൈ ഡാഷ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ ബട്ടർ ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ വെണ്ണ, നെയ്യ്, അതോടൊപ്പം തന്നെ സ്കിം മിൽക്ക് പൗഡർ. സ്കിം മിൽക്ക് എന്ന് പറഞ്ഞാൽ പാട മാറ്റിയ പാലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്കിംഡ് മിൽക്ക് എന്ന് പറയുന്നത്. സോ ആര് ഫൈനാൻസ് ചെയ്ത ഈ ഒരു സ്കിംഡ് മിൽക്ക് പൗഡറും അതോടൊപ്പം തന്നെ ബട്ടർ ഓയിലും ആണ് ഇവിടെ നമ്മൾ സെയിൽ ചെയ്തെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു 4 അന്താരാഷ്ട്ര സംഘടനകൾ ഓപ്ഷനിലുണ്ട്. ആരൊക്കെയാണത്? യുണൈറ്റഡ് നേഷൻസ്, വേൾഡ് ബാങ്ക്, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ആൻഡ് ദി US. ഓക്കെ, ആരാണ് ഇവിടെ ഇത് ഗിഫ്റ്റ് ചെയ്തതെന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം എന്ന് പറയുന്നത് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ആണ് ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത്. ഇതൊരു മുൻവർഷ ചോദ്യമാണ്. ഈ ചോദ്യം നമ്മുടെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബേസിക് ഡയറി സയൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയറി ഡെവലപ്മെന്റ് ആൻഡ് കോപ്പറേറ്റീവ് സിസ്റ്റം ഈ ഒരു മൊഡ്യൂളിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ഓവർവ്യൂ ഓഫ് ദ ഡയറി ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ പറയുന്നുണ്ട്. ഹിസ്റ്ററി ഓഫ് ഡയറി ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ ആൻഡ് കേരള പറയുന്നുണ്ട്. ഇന്ത്യയിലും പറയുന്നുണ്ട്, കേരളത്തിലും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ ഫ്ലഡ് പറയുന്നുണ്ട്. പിന്നെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഉണ്ട്. പിന്നെ എന്താണ് നമ്മുടെ സ്വന്തം കേരളം കണി കണ്ടുണരുന്ന മിൽമയെ പറ്റി പറയുന്നുണ്ട്. ഈ ഒരു മൊഡ്യൂളിന് ഇവിടെ 2 മാർക്കാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ മൊത്തം ബേസിക് ഡയറി സയൻസ് നോക്കുകയാണെങ്കിൽ അവിടെ 20 മാർക്കാണ് ഇവിടെ നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. ഓക്കെ, നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഓപ്പറേഷൻ ഫ്ലഡ് എന്നുള്ള ആ ഒരു ടേം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഓപ്പറേഷൻ ഫ്ലഡിനെ പറ്റിയിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തമാകുന്ന ആ ഒരു കഥയാണ് ഓപ്പറേഷൻ ഫ്ലഡിന് പറയാനുള്ളത്. നമ്മുടെ ധവള വിപ്ലവം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് പോഷകാഹാര കുറവുള്ള ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. രാജ്യത്തെ കുട്ടികളിൽ പലർക്കും മാൽന്യൂട്രീഷൻ ഉണ്ടായിരുന്നു. കുട്ടികൾ പലരും മാൽനൂറിഷ്ഡ് ആയിരുന്നു. അതായത് അവർക്ക് എന്താ പറയുക, വ്യക്തമായിട്ടുള്ള പോഷകാഹാരങ്ങൾ ലഭിക്കാത്ത ഒരവസ്ഥയായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. സോ അതെല്ലാം മാറുന്നത് ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡിനും ധവള വിപ്ലവത്തിനും ശേഷമാണ്. ഇതിന്റെ കഥയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിൽ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്ത് എന്നാണ് നമുക്ക് ചോദിക്കാം. 13th January 1970 രാജ്യത്ത് ധവള വിപ്ലവം തുടങ്ങുന്നത് കേട്ടോ. ധവള വിപ്ലവം നിന്നാണ് തുടങ്ങുന്നത്? 13th January 1970 തുടങ്ങുന്നത്. ഇതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എംപവർ ഫാമേഴ്സ് ടു കൺട്രോൾ ദെയർ ഓൺ ഡെവലപ്മെന്റ് ആൻഡ് റിസോഴ്സ്. അതായത് ഫാർമേഴ്സിന് അവരുടെ എന്താ പറയുക, അവരെ എംപവർ ചെയ്യുക, അവരെ സ്വയം പ്രാപ്തരാക്കുക. അതോടൊപ്പം തന്നെ അവരുടെ റിസോഴ്സുകൾ ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ തന്നെ നിയന്ത്രണത്തിൽ അവർക്കൊരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്. അതോടൊപ്പം തന്നെ രാജ്യത്തെ എന്തൊക്കെ മാറ്റുക? ഭക്ഷ്യ സ്വയം പര്യാപ്തമാക്കുക. പ്രത്യേകിച്ച് പാലിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ള ലക്ഷ്യം കൂടി എന്തിനുണ്ടായിരുന്നു? ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡിന് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു പിക്ചർ എല്ലാവരും കണ്ടുള്ളതായിരിക്കും. ഈ നിൽക്കുന്നത് അമൂൽ ഗേൾ എന്ന് പറയും. രാജ്യത്ത് വളരെയേറെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് നമ്മുടെ അമൂൽ ഗേൾ എന്ന് പറയുന്നത്. അമൂൽ ഗേളിനോടൊപ്പം നിൽക്കുന്ന ഒരു പ്രായമായ ഒരു ഫിഗറിനെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇദ്ദേഹമാണ് ഇന്ത്യയുടെ ധവള വിപ്ലവത്തിന്റെ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡിന് നേതൃത്വം കൊടുക്കുകയും രാജ്യത്തെ വൈറ്റ് റെവല്യൂഷൻ ലീഡ് ചെയ്ത വ്യക്തി എന്ന് പറയുന്ന ഒരു മലയാളിയാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. കോഴിക്കോടുകാരനായിട്ടുള്ള വർഗീസ് കുര്യന്റെ ചിത്രമാണത്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിന്റെ കീ ആർക്കിടെക്ട് എന്ന് പറയുന്ന ആരായിരുന്നു? നമ്മുടെ സ്വന്തം വർഗീസ് കുര്യനാണ്. മലയാളിയാണ്, കോഴിക്കോടുകാരനാണ്. He was appointed as the chairman of National Dairy Development Board. ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ചെയർമാൻ ആയിരുന്നു. അപ്പോയിന്റ് ചെയ്തത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഈ ഒരു വൈറ്റ് റെവല്യൂഷനും അതോടൊപ്പം ഓപ്പറേഷൻ ഫ്ലഡ് ഒക്കെ നടക്കുന്ന ടൈമിൽ അതിന്റെ ചെയർമാൻ ആയിരുന്നു. ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ചെയർമാൻ ആയിരുന്നു നമ്മുടെ വർഗീസ് കുര്യൻ എന്ന് പറയുന്നത്. അതോടൊപ്പം ഇതിന് ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂ നൽകിയ വ്യക്തിയായിരുന്നു ഹരിചന്ദ് മേഘ ദലായ ആൻഡ് അതോടൊപ്പം തന്നെ ഡോക്ടർ കുര്യനോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹരിചന്ദ് മേഘ ദലായ എന്ന് പറയുന്നത്. ഹി ഡെവലപ്ഡ് എ മെത്തേഡ് ടു പ്രൊഡ്യൂസ് സ്കിംഡ് മിൽക്ക് പൗഡർ ഫ്രം ബഫല്ലോ മിൽക്ക്. നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്ക് എന്ന് പറയുന്നത് പശുവിൻ്റെ മിൽക്കല്ല, എരുമയുടെ പാലാണ്. ബഫല്ലോ എന്ന് പറയുന്ന എരുമ, പോത്തിന്റെ പെൺവർഗമായിട്ടുള്ള എരുമയുടെ പാലാണ് ഇന്ത്യയിൽ കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എരുമയുടെ പാൽ വെച്ച് തന്നെയായിരുന്നു നമ്മുടെ ധവള വിപ്ലവം എന്ന് പറയുന്നത്.
അവിടെ എന്താ പറയുക, എരുമയുടെ പാലിൽ നിന്ന് പാട നീക്കം ചെയ്തിട്ട് അവിടെ പാൽപ്പൊടി ഉണ്ടാക്കുന്ന ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഇവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് നടത്തി. ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ധവള വിപ്ലവം, അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആയിരുന്നു. ദ ബഫലോ മിൽക്ക് ഇന്നോവേഷൻ അലൗഡ് അമൂൽ ടു സക്സസ്ഫുള്ളി ചാലഞ്ച് ഇന്റർനാഷണൽ കൗ മിൽക്ക് സപ്ലയേഴ്സ് ലൈക്ക് നെസ്ലെ. നെസ്ലെ പോലെയുള്ള ആഗോള ഭീമന്മാരുമായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് ആർക്ക് പറ്റി? നമ്മുടെ ഈ ഒരു ഇന്ത്യയിലെ ക്ഷീര സംരംഭകർക്ക്, അതോടൊപ്പം ക്ഷീര കർഷകർക്കും സാധിച്ചു ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡിലൂടെ. അതോടൊപ്പം തന്നെ ഒരു ഗ്ലോബൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റി. ട്രാൻസ്ഫോം ഇന്ത്യ ഫ്രം എ മിൽക്ക് ഡെഫിഷ്യൻറ്റ് കൺട്രി ഇൻ ടു ദ വേൾഡ്സ് ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസർ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് എന്ത് മാറി? നമ്മുടെ ഇന്ത്യ മാറി. അത്രയും നാളത് അമേരിക്കയായിരുന്നു കേട്ടോ. 1998 വരെ അമേരിക്കയിലായിരുന്നു ഏറ്റവും കൂടുതൽ എന്തുണ്ടായിരുന്നത്, ഈ ഒരു മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അമേരിക്കയിൽ പശുവിന്റെ പാലാണെങ്കിൽ ഇന്ത്യയിൽ ഈ എരുമയുടെ പാൽ വെച്ചിട്ടാണ് ഈ ഒരു വിപ്ലവം സാധ്യമാക്കിയത്. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ആസ് ഓഫ് 2018 കണക്കാണ് കേട്ടോ, ഇന്ത്യ അക്കൗണ്ടഡ് ഫോർ അപ്രോക്സിമേറ്റ്ലി 22.29% ഓഫ് ഗ്ലോബൽ മിൽക്ക് ഔട്ട്പുട്ട്. ലോകത്തിലെ മിൽക്ക് ഔട്ട്പുട്ടിൽ 22.29% ആരാണ്? ഇന്ത്യയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് നോക്കുകയാണെങ്കിൽ ഡബിൾ പെർ ക്യാപിറ്റ മിൽക്ക് അവൈലബിലിറ്റി വിത്തിൻ 30 years ആൻഡ് എസ്റ്റാബ്ലിഷ് ഡയറി ഫാമിംഗ് ആസ് ഇന്ത്യസ് ലാർജസ്റ്റ് സെൽഫ് സസ്റ്റൈനബിൾ റൂറൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ്. അതായത് നമ്മുടെ ക്ഷീര കർഷകർക്ക്, രാജ്യത്തെ റൂറൽ മേഖലയിലുള്ള ക്ഷീര കർഷകർക്ക് ഒരു വലിയ ഒരു ആശ്വാസമായി. അതോടൊപ്പം തന്നെ അവർ സെൽഫ് സസ്റ്റൈനബിൾ ആകുകയൊക്കെ ചെയ്ത് ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡിലൂടെ, അതോടൊപ്പം തന്നെ വൈറ്റ് റെവല്യൂഷനിലൂടെയും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വൈറ്റ് റെവല്യൂഷൻ എന്നുള്ള ഈ ഒരു ഭാഗം നമുക്ക് ഇതിന്റെ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ നാഷണൽ മിൽക്ക് ഗ്രിഡ് നോക്കുകയാണെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് എ വാസ്റ്റ് നെറ്റ്വർക്ക് കണക്ടിങ് റൂറൽ പ്രൊഡ്യൂസേഴ്സ് ടു കൺസ്യൂമേഴ്സ് ഇൻ ഓവർ 700 ടൗൺസ് ആൻഡ് സിറ്റി. 700-ലധികം ടൗണുകളിലും സിറ്റികളിലും. അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു, ഒരു റൂറൽ അർബൻ നെറ്റ്വർക്ക് ഇവിടെ കൊണ്ടുവന്നു. അതായത് ഗ്രാമങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു, രാജ്യത്തെ പ്രധാനപ്പെട്ട ടൗണുകളിലേക്കും സിറ്റികളിലേക്കും എന്ത് ചെയ്തു, പാലിന്റെ ആ ഒരു നെറ്റ്വർക്ക് ഇതിലൂടെ വർദ്ധിക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ കൊണ്ട് സക്സസ്ഫുള്ളി മിനിമൈസ് റീജിയണൽ ആൻഡ് സീസണൽ പ്രൈസ് ഫ്ലക്ച്വേഷൻ. അതായത് റീജിയണൽ ആയിട്ടുള്ളതും അതോടൊപ്പം തന്നെ സീസണൽ ആയിട്ടുള്ള ആ ഒരു പാലിന്റെ വിലയിലുള്ള ഫ്ലക്ച്വേഷൻ എന്ത് ചെയ്തു, കുറച്ച് കൊണ്ടുവന്നു. മാർക്കറ്റിനൊരു സ്റ്റെബിലൈസേഷൻ കൊണ്ടുവന്നു ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡിന്റെയും വൈറ്റ് റെവല്യൂഷന്റെ ഫലമായിട്ട്. അതോടൊപ്പം തന്നെ എംപവറിംഗ് പ്രൊഡ്യൂസേഴ്സ്, എലിമിനേറ്റഡ് മിഡിൽ മെൻ, എൻഷ്യൂറിംഗ് ഫാർമേഴ്സ് റിസീവ്ഡ് എ സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ഷെയർ ഓഫ് പ്രോഫിറ്റ്സ്. അതായത് ഇവിടെ മിഡിൽ മെന്നിന്റെ സ്വാധീനം കുറയ്ക്കാനായിട്ട് സാധ്യത. കർഷകരിൽ നിന്ന് നേരിട്ട് എന്ത് ചെയ്തു, പാല് വാങ്ങി നമ്മുടെ ഈ ഒരു ക്ഷീര സഹകരണ സംഘങ്ങൾ വഴി ഉപഭോക്താക്കൾക്ക് കൊടുക്കാനായിട്ട് തുടങ്ങി. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിലും നമ്മൾ പാല് വാങ്ങുന്നത് മിൽമയുടെ സ്ഥലത്തായിട്ട് മിൽമയിൽ നിന്നായിരിക്കും. ഈ മിൽമയിലേക്ക് പാല് വരുന്നത് ക്ഷീര കർഷകർ നേരിട്ട് കൊടുക്കുന്ന പാലാണ് മിൽമയിലേക്ക് വരുന്നത്. അതാണ് നമ്മൾ വാങ്ങുന്നത്. ഇവിടെ ഒരു മിഡിൽ മെന്നിന്റെ ആ ഒരു റോൾ ഇവിടെ കുറച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. ഇനി നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു കോപ്പറേറ്റീവ്, രാജ്യത്തെ സഹകരണ മേഖലയെ അതിൻ്റെ ശേഷി കൂട്ടി രാജ്യത്തെ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തിയ ഒരു മുന്നേറ്റമായിരുന്നു ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡിലൂടെ ഉണ്ടായിരുന്നു. റിലൈഡ് ഓൺ വില്ലേജ് ലെവൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് ടു ഫെസിലിറ്റേറ്റ്. അതായത് രാജ്യത്തെ ഈ ഒരു സഹകരണ സംഘങ്ങളെ വളർത്താനായിട്ട് ഇത് സാധിച്ചിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് മിൽക്ക് പ്രൊക്യൂർമെന്റ്, അതായത് ഈ ഒരു അതായത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പാലിന്റെ അബ്സോർപ്ഷൻ ഇതിലൂടെ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ ആക്സസ് ടു മോഡേൺ മാനേജ്മെന്റ് പ്രാക്ടീസ്, അതൊരു മാനേജ്മെന്റ് ലെവലിൽ. ഇത്രയും നാളും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അതായത് ഒരു കർഷകന്റെ കയ്യിൽ നിന്ന് ആൾ നേരിട്ട് പോയി വാങ്ങുമായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കുത്തക കമ്പനികളുടെ കയ്യിലായിരുന്നു രാജ്യത്തെ പാലിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഷെയർഡ് ടെക്നോളജി ആൻഡ് റിസോഴ്സ് ഫോർ ഓൾ മെമ്പേഴ്സ്. അതായത് പണ്ടൊക്കെ ഈ പറയുന്ന പാലിൽ മായം ചേർത്താലൊന്നും അങ്ങനെ അറിയുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ മിൽമയുടെ പാലോ അല്ലെങ്കിൽ അമൂലിന്റെ പാലൊക്കെ ആണെങ്കിൽ അവിടെ ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള ആ ഒരു മിൽക്ക് പ്രൊഡക്ഷനാണ്. അവിടെ ക്വാളിറ്റി ഉള്ള മിൽക്കാണ് എന്ത് ചെയ്യുന്നത് മനുഷ്യർക്കവിടെ അല്ലെങ്കിൽ ഉപഭോക്താക്കവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡിലെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ കോർ ഒബ്ജക്റ്റീവ്സ് തന്നെ നോക്കുകയാണെങ്കിൽ ഇൻക്രീസ് പ്രൊഡക്ഷൻ, ഇതിലൂടെ എന്ത് ചെയ്യാനായിട്ട് പറ്റി, നമുക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റി. ഔട്ട്കം നോക്കുകയാണെങ്കിൽ സ്കെയിൽഡ് ഔട്ട്പുട്ട് ടു ബിക്കം ദ വേൾഡ്സ് ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസർ, ലോകത്തിലെ ഏറ്റവും വലിയ മിൽക്ക് പ്രൊഡ്യൂസറായിട്ട് മാറാനായിട്ട് പറ്റി. അതോടൊപ്പം തന്നെ റൂറൽ പ്രോസ്പെരിറ്റി ഇതിലൂടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഓഗ്മെന്റഡ് ഇൻകംസ് ആൻഡ് സിഗ്നിഫിക്കന്റ് റെഡ്യൂസ്ഡ് പോവർട്ടി ലെവൽസ്, അതായത് രാജ്യത്തെ ക്ഷീര കർഷകർ നേരിട്ടിരുന്ന ആ ഒരു ദുരിതമൊക്കെ ഇതിലൂടെ എന്ത് ചെയ്യാനായിട്ട് പറ്റി, കുറയ്ക്കാനായിട്ട് പറ്റി. അതുപോലെ തന്നെ കൺസ്യൂമർ ബെനിഫിറ്റ് കൊണ്ടുവന്നു. എൻഷ്യൂർഡ് ഫെയർ പ്രൈസിങ് ആൻഡ്
കൺസിസ്റ്റന്റ് റിലയബിൾ മിൽക്ക് സപ്ലൈ ഇതിലൂടെ എന്ത് ചെയ്യാനായിട്ട് വന്നു, ഇതിലൂടെ ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, ഇനി മറ്റു കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡിന് ആക്ച്വലി 3 ഫേസുകളുണ്ട്. ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് 1970 മുതൽ 1979 വരെയാണ്. ഫോക്കസ് എന്ന് പറയുന്നത് ലിങ്കിങ് റൂറൽ മിൽക്ക് ഷെഡ്സ് ടു 4 മേജർ മെട്രോസ്. അതായത് ഇതൊരു റൂറൽ ഏരിയയിലാണ് എന്തുണ്ടാകുന്നത്, മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. അതൊരു 4 മേജർ മെട്രോ സിറ്റീസുമായിട്ട് കണക്ട് ചെയ്തു. മെട്രോ എന്ന് പറയുമ്പോൾ മെട്രോ ഓർഡർ സിറ്റീസ് അല്ല, മെട്രോപൊളിറ്റൻ സിറ്റീസ്. ഇതൊക്കെയാണ് ഡൽഹി, മുംബൈ, കൊൽക്കത്ത ആൻഡ് ചെന്നൈ. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് മദർ ഡയറീസ് ഇൻ ദീസ് സിറ്റീസ്. ഈ ഒരു സിറ്റികളിൽ മദർ ഡയറി എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഫണ്ടിങ് നോക്കുകയാണെങ്കിൽ സപ്പോർട്ടഡ് ബൈ ദ യൂറോപ്യൻ എക്കോണമിക് കമ്മ്യൂണിറ്റി. യൂറോപ്യൻ എക്കോണമിക് കമ്മ്യൂണിറ്റിയാണ് ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ ഫസ്റ്റ് ഫേസ് ഫണ്ട് ചെയ്തത്. ത്രൂ ദ വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്നുള്ള ഒരു പ്രോഗ്രാമിലൂടെയാണ് ഫണ്ട് ചെയ്തത്. സെയിൽ ഓഫ് ഡൊണേറ്റഡ് സ്കിംഡ് മിൽക്ക് പൗഡർ ആൻഡ് ബട്ടർ ഓയിൽ. ഡൊണേറ്റ് ചെയ്ത അവർ ദാനം ചെയ്ത സ്കിംഡ് മിൽക്ക് പൗഡർ അതുപോലെ തന്നെ ബട്ടർ ഓയിലും സെയിൽ ചെയ്താണ് നമ്മൾ ഈ ഒരു സംരംഭം തുടങ്ങുന്നത്. ഇതിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഏകദേശം 1.16 ബില്യൺ ഇന്ത്യൻ റുപ്പി ആയിരുന്നു. അന്നത്തെ കാലത്ത് ഇന്ത്യൻ റുപ്പി ആയിരുന്നു എൻ്റെ ആ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ധവള വിപ്ലവം, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് 1981 മുതൽ 1985 വരെയായിരുന്നു. ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ റാപ്പിഡ്ലി സ്കെയിൽഡ് അപ്പ് ഫ്രം 80 into 136 മിൽക്ക് ഷീറ്റ്സ് ആൻഡ് റീച്ച് 290 അർബൻ മാർക്കറ്റ്സ്. അതായത് ഇതിൻ്റെ മാർക്കറ്റ് അവിടെ വലുതാകുകയാണ് ചെയ്തത്. 18 നിന്ന് 136 മിൽക്ക് ഷെഡുകളാണ് രാജ്യത്ത് അവിടെ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ക്രിയേറ്റഡ് എ നെറ്റ്വർക്ക് ഓഫ് 43,000 വില്ലേജ് കോപ്പറേറ്റീവ്സ് ഇൻവോൾവിംഗ് 4.25 മില്യൺ മിൽക്ക് പ്രൊഡ്യൂസർ. അതായത് 4.25 മില്യൺ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് അവിടെ കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ 43,000 വില്ലേജ് കോപ്പറേറ്റീവുകളും അവിടെ വരികയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് മിൽക്ക് പൗഡർ പ്രൊഡക്ഷൻ സർജഡ് ഫ്രം 22,000 to 140,000 മെട്രിക് ടൺസ് ബൈ 1989 ആയപ്പോഴേക്കും 22,000 നിന്ന് 140,000 മെട്രിക് ടൺ പ്രൊഡക്ഷൻ എന്ത് ചെയ്തു ഈ ഒരു മിൽക്ക് പൗഡറിന്റെ കാര്യത്തിൽ വന്നത്. സിഗ്നിഫിക്കൻ്റ് റെഡ്യൂസിങ് ഡിപ്പെൻഡ്സ് ഓൺ ഇമ്പോർട്ട്സ്. അതായത് കുറേ നാൾ വരെ ഇന്ത്യയിൽ ഈ ഡയറി പ്രൊഡക്ട്സ് ഒക്കെ ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു ചെയ്തത്. അത് മാറിയിട്ട് സെൽഫ് സഫീഷ്യൻ്റ് ആകുകയാണ് രാജ്യം ചെയ്തത് ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ സെക്കൻഡ് ഫേസിൽ. ഇനി തേർഡ് ഫേസിലേക്ക് വരികയാണെങ്കിൽ 1985 മുതൽ 1996 വരെയാണ് എൻ്റെ തേർഡ് ഫേസ് എന്ന് പറയുന്നത്. ആഡഡ് 30,000 ന്യൂ കോപ്പറേറ്റീവ് ബ്രിങ്ങിങ് ദ ടോട്ടൽ ടു ഓവർ 73,000. അതായത് 30,000 പുതിയൊരു കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ മൊത്തം 73,000 കോപ്പറേറ്റീവ് സൊസൈറ്റികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സർവീസ് നോക്കുകയാണെങ്കിൽ എൻഹാൻസ് വെറ്റിനറി കെയർ, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആൻഡ് ആനിമൽ ന്യൂട്രീഷൻ സർവീസ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. അതായത് പാലുൽപാദനം കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പുതിയ വെറൈറ്റി പശുക്കളും അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, അതായത് കൃത്രിമ ബീജോത്പാദനമൊക്കെ ഈ ആനിമൽസിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ആനിമൽസിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പുതിയ കാലിത്തീറ്റയൊക്കെ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ സിഗ്നിഫിക്കൻറ്റ് ഫോക്കസ് ഓൺ R&D, അതായത് കൂടുതലും ടെക്നോളജിക്കൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റിനാണ് എന്ത് ഫോക്കസ് ചെയ്തോ ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ തേർഡ് ഫേസിൽ ഫോക്കസ്ഡ് ആയത്. അതോടൊപ്പം തന്നെ നോട്ടബിൾ ഇൻക്രീസ് ഇൻ ഫീമെയിൽ മെമ്പേഴ്സ് ആൻഡ് ഫീമെയിൽ ലെഡ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ ഒരു ഘട്ടത്തിൽ സ്ത്രീകൾ കൂടി ഇതിൻ്റെ ഒരു പാർട്ട് ആകുകയാണ് ചെയ്തത്. സ്ത്രീകളുടെ മേൽനോട്ടത്തിലുള്ള ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കൂടി വരികയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു സമ്മറി നോക്കുകയാണെങ്കിൽ തുടങ്ങുന്ന ടൈമിൽ ഓപ്പറേഷൻ ഫ്ലഡ് തുടങ്ങുന്ന ടൈമിൽ മിൽക്ക് ഷെഡുകൾ നോക്കുകയാണെങ്കിൽ 18 എണ്ണം മാത്രമായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഫേസ് 3യുടെ അവസാനം ആയപ്പോഴേക്ക് ഇത് 173 ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വില്ലേജ് കോപ്പറേറ്റീവ്സ് നോക്കുകയാണെങ്കിൽ തുടങ്ങുന്ന ടൈമിൽ തീരെ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷേ ഇത് തീരുന്ന ടൈമിൽ 73,000 വില്ലേജ് കോപ്പറേറ്റീവ്സ് ഉണ്ടായിരുന്നു, അതായത് സഹകരണ സംഘങ്ങൾ. ഇനി മിൽക്ക് പൗഡർ പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ 22,000 മെട്രിക് ടൺ പെർ ഇയർ ആയിരുന്നു തുടങ്ങുന്ന ടൈമിലുണ്ടായിരുന്നത്. പക്ഷേ അത് 1,40,000 മെട്രിക് ടൺ പെർ ഇയറിലേക്ക് നമ്മുടെ എന്ത് ചെയ്തു, മിൽക്ക് പൗഡർ പ്രൊഡക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെയായിട്ട് ഈ ഒരു ഒഴിച്ചു കൂടാനാവാത്ത ഒരു പേരാണെന്ന് പറയുന്നത് അമൂൽ എന്ന് പറയുന്നത് കേട്ടോ. അമൂൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു രാജ്യത്തെ ഓപ്പറേഷൻ ഫ്ലഡിൻ്റെയും അതോടൊപ്പം തന്നെ ധവള വിപ്ലവം വൈറ്റ് റെവല്യൂഷൻ്റെയും പ്രോഡക്റ്റാണ് അമൂൽ എന്ന് പറയുന്നത്.
ഇതിന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് കൈറ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് എന്നുള്ളതാണ് എന്തിന്റെ പൂർണ്ണരൂപം എന്തിന്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത്. അമൂലിന്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത്. ഇത് 1946 ഡിസംബർ 14 രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനമായിരുന്നെങ്കിലും ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡിന് ശേഷമാണ് രാജ്യത്ത് എല്ലായിടത്തേക്കും ഇത് വ്യാപിക്കുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ആനന്ദ് ആണ്. ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അമൂലിന്റെ ഓണർഷിപ്പിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ് ഇസ് ഓൺ ബൈ ദി ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഒരു വലിയൊരു ഒരു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എന്തെന്ന് പറയുന്നത് ഒരു ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്നത്. GCMMF ഈസ് ഗവേൺഡ് ബൈ എ നെറ്റ്വർക്ക് ഓഫ് 3.6 മില്യൺ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ്. ഏകദേശം 3.6 മില്യൺ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ആണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു അമൂലിന്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ അമൂൽ എന്ന് പറയുന്നത് ഈ ത്രിഭുവൻ ദാസ് കിഷിഭായ് പട്ടേൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരുക്കി കൊടുത്ത നിലത്താണ് ഇത് വളരുന്നത്. ഓക്കെ, ഇത് 1946 സ്ഥാപിതമായത് ഒന്നാണെങ്കിലും ഇതിനു വേണ്ടിയിട്ടുള്ള സഹകരണ മനോഭാവം, സഹകരണ മനോഭാവം എന്ന് പറയുമ്പോൾ ആളുകളെ കൂട്ടി ഒരു സഹകരണ സംഘമായിട്ട് രൂപീകരിച്ച വ്യക്തിയാണ് ത്രിഭുവൻ ദാസ് കിഷിഭായ് പട്ടേൽ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പേരിലാണ് രാജ്യത്തെ ആദ്യത്തെ സഹകരണ സർവകലാശാല, ഗുജറാത്തിലെ ആനന്ദിലുള്ള സഹകരണ സർവകലാശാലയ്ക്ക് നിലവിലുള്ളത്. ഓക്കെ, who led the organization as chairman until the 1970s, setting the stage for the success of the white revolution. ഈ ഒരു വൈറ്റ് റെവല്യൂഷൻ എന്നുള്ളത് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നത് ഈ അമൂല് തന്നെയാണ്. ഓക്കെ, അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ത്രിഭുവൻ ദാസ് കിഷിഭായ് പട്ടേൽ എന്ന് പറയുന്നത്. ഈ അമൂലിനെ മോഡൽ ചെയ്താണ് നമ്മുടെ മിൽമയും തമിഴ്നാട്ടിലെ ആവ് മിൽക്കും കർണാടകത്തിലെ നന്ദിനി മിൽക്കൊക്കെ വരുന്നത് കേട്ടോ. സോ നമ്മൾ ഈ ഒരു ഡയറി ചരിത്രം അല്ലെങ്കിൽ ഡയറി ചരിത്രമല്ല, നമ്മുടെ ഒരു ഓപ്പറേഷൻ ഫ്ലഡിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഇത്രയാണുള്ളത്. ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത്. സോ നമ്മൾ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ പുതിയ ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു അടുത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. നമ്മുടെ ബാച്ചിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് 8590202323 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഡയറി ഫാം ഇൻസ്ട്രക്ടറുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേഷൻസ് കിട്ടാനായിട്ട് ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഫ്രീ ഗ്രൂപ്പിലും കൂടി എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.